ബസ് സ്റ്റാൻഡിൽ മലിനജല ടാങ്കിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം പുറത്തേക്ക് പരന്നൊഴുകിയത് യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും പ്രയാസത്തിലാക്കി. കച്ചവടക്കാരും ദുരിതത്തിലായി. ഇതിപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ടുള്ളൂ. കാരണം ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ അപാകതയെ പറ്റിയിട്ട് ഇവിടുത്തെ യുവജന സംഘടനകളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള അഴിമതി എന്തായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 8 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കക്കൂസിലെ മാലിന്യം മുഴുവൻ എന്ത് ചെയ്യുക, നിത്യേന 12,000-ഓളം യാത്രക്കാർ വരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 8 മണി കഴിഞ്ഞ് 9, 10, 12 മണിയായിട്ടും ഇതിനെതിരെ ഒരു പരിഹാര നടപടികൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് DYFൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഇപ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെയുണ്ട്, ലേശം ബ്ലീച്ചിങ് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മൾ ഇന്ന് വരെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ഒരു വേസ്റ്റ് ടാങ്ക് മാലിന്യ സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം കക്കൂസ് മാലിന്യവും അതേപോലെ തന്നെ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരേ ടാങ്കിലേക്ക് കൊണ്ടുപോയിടുക. ആ ടാങ്കിനാണെങ്കിലോ വേണ്ടത്ര കപ്പാസിറ്റിയോ അതിനാവശ്യമായിട്ടുള്ള വിസ്തീർണങ്ങളോ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് നിറയുന്ന ഘട്ടത്തിൽ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകി വരുന്ന സാഹചര്യമുള്ളത്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു 12,000 യാത്രക്കാർ രാവിലെ ഒരു 8 മണിയോടുകൂടി ഇവിടെ വന്ന സമയത്ത് ഇത് വിവിധ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ സാധനങ്ങൾ ഓടിയിട്ടുണ്ട്. ഇതുവരെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളതിന് പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല. ഇവിടെ യാത്രക്കാരും ഇവിടെയുള്ള ഈ പ്രദേശവാസികളായിട്ടുള്ള കച്ചവടക്കാരൊക്കെ കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഞങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ലേശം ബ്ലീച്ചിങ് പൗഡർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചെപ്പടി വിദ്യകളല്ല ആവശ്യമുള്ളത്. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ കച്ചവടക്കാരെയും അതേപോലെ തന്നെ യാത്രക്കാരെയും സംരക്ഷിച്ച് പോകുന്ന ഒരു നിലപാടാണ് നഗരസഭയുടെ ഭാഗത്തിന് വേണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബ്ലീച്ചിംഗ് പൗഡർ വിതറി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ തുടർ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EM റഷീദ് അറിയിച്ചു. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഇതിന് വന്നതാണ്. അപ്പം നിലവിൽ ഇപ്പോൾ ഈ ടോയ്ലറ്റും കംഫർട്ട് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല. ടേക്ക് എ ബ്രേക്ക് ഒന്നും വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ വന്നതെന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് ടീ ഷോപ്പിലെ പാത്രം കഴിക്കുന്ന വെള്ളമാണ്. പിന്നെ സേഫ്റ്റി ടാങ്കിലേക്ക് വന്നുകൊണ്ട് അതിന് ലീക്ക് വന്നതാണ്. അപ്പോൾ ആ ഷോപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള അടിയന്തര നടപടികൾ നടക്കുന്നുണ്ട്. ദിവസവും 100